ആശമാർ നടത്തുന്ന സമര വിഷയത്തിൽ നിന്ന് വ്യതിചലിച്ച് രാഷ്ട്രീയ വെല്ലുവിളിയായി ഏറ്റെടുത്തിരിക്കുകയാണ് സർക്കാരും CPM. സമരത്തിന് നേതൃത്വം നൽകുന്ന SUC നേതാക്കളാണ് അവരെ ചൊടിപ്പിക്കുന്നത്. വിളപ്പിൽശാലയിലടക്കം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ കൈയൊഴിയുന്ന ഇടങ്ങളിൽ പലപ്പോഴും ബദലാകുന്ന ഒരു അപൂർവ പ്രസ്ഥാനമാണ് ഇവ. ഞങ്ങളുടെ പ്രതിനിധി SP ജു ആ നാൾ വഴി പരിശോധിക്കുന്നു. മുൻപൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ എന്നാണ് സഖാക്കൾ അഭിമാനത്തോടെ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോഴത് പിണറായി സർക്കാരാണ്. സഖാക്കളായ EMSഉം അച്യുതമേനോനും TK നായനാരും VS അച്യുതാനന്ദനുമൊക്കെയാണ് ഈ സർക്കാരുകളെ നയിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മൂന്നാമൂഴം ആഗ്രഹിക്കുന്ന പിണറായി വിജയനെ സൈബർ പോരാളികൾ വിശേഷിപ്പിക്കുന്നത് ക്യാപ്റ്റൻ എന്നാണ്. തിരുവനന്തപുരത്ത് ആശമാർ നടത്തുന്ന സമരത്തെ തീവ്രം എന്ന് തുടങ്ങി മഴവിൽ സഖ്യം എന്നുവരെ വിശേഷിപ്പിക്കുകയോ അധിക്ഷേപിക്കുകയാണ് പാർട്ടി സെക്രട്ടറി അടക്കം CPM നേതാക്കൾ ചെയ്യുന്നത്. SUCI അഥവാ സോഷ്യലിസ്റ്റ് യൂണിറ്റി സെന്റർ ഓഫ് ഇന്ത്യയാണ് സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്നതുകൊണ്ടാവാം CPMനെയും സർക്കാരിനെയും ഇത് ഇത്ര കണ്ട് ചൊടിപ്പിക്കുന്നത്. നാൾക്കുനാൾ ജനപിന്തുണ ആർജിച്ചു വരുന്ന സമരത്തിന് നേതൃത്വം നൽകുന്നത് യസ്മിനിയും ഗ്രൗണ്ട് സീറോയിൽ MA ബിന്ദുവുമാണ് നല്ല സംഘാടകർ. ഒരു വർഷം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് തുടച്ചു നീക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞ മാവോയിസ്റ്റ് സംഘത്തിൽ നിന്ന് വന്നവരൊന്നുമല്ല ഈ മിനി. എത്ര പ്രകോപനം ഉണ്ടാക്കിയിട്ടും സമരത്തെ അക്രമത്തിന്റെ പാതയിലേക്ക് നീക്കാതെ സഹന സമരത്തിൽ അടിയുറച്ചു നിർത്തുന്ന നേതാവാണ് അവർ. വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫാർമസി വിദ്യാർത്ഥിയായി പഠിക്കാൻ വന്നപ്പോഴേ പാട്ടപ്പിരിവുമായി മിനിയെ തമ്പാനൂരിലും മറ്റും കാണാമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് വിളപ്പിൽശാലയെ തിരുവനന്തപുരം നഗരസഭ മാലിന്യക്കുണ്ടാക്കിയിരുന്നു. അന്ന് നഗരസഭ ഭരിച്ചിരുന്നത് CPM. വിളപ്പിൽ പഞ്ചായത്തിൽ ഭരണം കോൺഗ്രസിന്. പ്രദേശത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അവിടുത്തെ പരിതാപകരമായ അവസ്ഥയോട് മുഖം തിരിച്ചു നിന്ന കാലം. അവിടെ അന്ന് താമസിച്ചിരുന്ന ആളെന്ന നിലയിൽ പറയാം അസഹനീയമായ അവസ്ഥയായിരുന്നു. സമരത്തെ ധിക്കാരത്തോടെയും ദാർഷ്ട്യത്തോടെയുമാണ് നഗരസഭാ മേയറും ഇപ്പോഴത്തെ മന്ത്രിയുമായ V ശിവൻകുട്ടിയും സംഘവും സമീപിച്ചത്. അന്ന് അതിനെതിരെ ജനകീയ പ്രതിരോധ സമിതി എന്ന നാട്ടുകാരുടെ സംഘമാണ് സമരത്തിനായി ഇറങ്ങിയത്. S ബുർഹാനായിരുന്നു പ്രസിഡന്റ്. വിളപ്പിൽശാല സമരത്തിലെ സവിശേഷത സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉയർന്ന പങ്കാളിത്തമാണ്. സഹികെട്ട് പിടിവിട്ടു പോകുമായിരുന്ന നിലയിലായിരുന്നു സ്ത്രീകളെന്ന്. അവിടെയും അന്ന് അവരെ നേർവഴിക്ക് നയിച്ചത് യസ്മിനിയായിരുന്നു. വിളപ്പിൽശാല സമര നായികയായി പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭനകുമാരിക്ക് പിന്നീട് അറിയപ്പെടാനായത് മിനിയും ബുർഹാനും ഒക്കെ ഒഴുക്കിയ വഴികളായിരുന്നു. ഇവിടെ വനിതകൾ ഏർപ്പെടുത്തിയിരിക്കുന്ന ചങ്ങലക്കപ്പുറത്തേക്ക് പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ആരെയും കടത്തിവിടുന്നതല്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന മുഴുവൻ പുരുഷന്മാരും സ്ത്രീകൾക്ക് പിറകിലായി അണിനിരക്കേണ്ടതാണ്. തീവ്ര ഇടതുപക്ഷക്കാരിയെന്നും അജണ്ടയുണ്ടെന്നും ആക്ഷേപിക്കപ്പെടുന്ന യസ്മിനിക്ക് എതിരെ ഒരു ക്രിമിനൽ സ്വഭാവവും ഔദ്യോഗിക രേഖയിൽ നിന്ന് കണ്ടെടുക്കാനാകില്ല. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മിനി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ചിരുന്നു. ലോക്സഭയിലെ 251 MPമാരിൽ അഥവാ 46% പേർക്ക് നേരെയും കേസുണ്ടായിരുന്നു എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക്. എന്നാൽ മിനിക്ക് നേരെ കേസൊന്നുമില്ല. 543 MPമാരിൽ 503 പേരും അഥവാ 93% പേർ കോടിപതികളാണ്. എന്നാൽ മിനിയുടെയും ഭർത്താവ് ഷാജിർ ഖാന്റെയും സ്വത്ത് 2,08,161 രൂപ മാത്രമാണെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നത്. കയ്യിലുള്ള 10 ഗ്രാം സ്വർണവും 2 പഴയ ഇരുചക്ര വാഹനങ്ങളും അടക്കമുള്ള ആസ്തികളുടെ വില അടക്കമാണ് ഇത്. നമ്മുടെ പല ആവശ്യങ്ങൾക്കുമായി അഹോരാത്രം ഓടി നടന്ന് പണിയെടുക്കുന്ന ആശമാർ ആവശ്യപ്പെടുന്നത് തന്നെ ഒരു മാസം കേവലം 21,000 രൂപ മാത്രം. ബദൽ സമരം നടത്തുന്ന CITക്കാർ ആവശ്യപ്പെടുന്നത് 25,000 എന്നിട്ടും സെക്രട്ടേറിയറ്റ് സമരത്തിൽ ഗൂഢാലോചന ആരോപിക്കപ്പെടുന്നു. സംസ്ഥാനവും കേന്ദ്രവും ഇവരെ തെരുവാധാരമാക്കാൻ മത്സരിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമ്പോൾ അവരെ സമരത്തിനിറക്കിയ മിനിക്കും പ്രസ്ഥാനത്തിനുമെതിരെ ഗൂഢാലോചന ആരോപിക്കപ്പെടുന്നത് കൊണ്ട് മാത്രമാണ് ഈ ചരിത്രം ചികഞ്ഞ് ഇവിടെ പറയുന്നത്. മുഖ്യധാരാ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്നവ അവരെ സഹായിച്ചില്ലെങ്കിലും അവഹേളിക്കാതെയെങ്കിലും ഇരിക്കാമായിരുന്നു. കീടമെന്ന് വിളിച്ച് നേതാക്കൾ പരിഹസിക്കുമ്പോൾ എന്തായിരുന്നു മിനിയുടെ സമര പശ്ചാത്തലമെന്നും അവരുടെ പൊതുജീവിതത്തിന്റെ പശ്ചാത്തലമെന്നും കൂടിയാണ് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എഡിറ്റർ SP ജു വിവരിക്കുന്നത്. വിളപ്പിൽശാലയിൽ കിടുക്കാൻ തൂക്കായ ഒരു പ്രദേശത്തേക്ക് നഗരത്തിന്റെ മുഴുവൻ മാലിന്യവും കൊണ്ട് തള്ളി അവിടുത്തെ ജനങ്ങളൊക്കെ കുടിയൊഴിഞ്ഞു പോയി. അന്ന് അവിടെ പഞ്ചായത്ത് ഭരിക്കുന്ന ഇടതുപക്ഷ ഭരണസമിതിയെ പാലോളി മുഹമ്മദ് കുട്ടി തദ്ദേശഭരണ മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചേംബറിൽ വെച്ച് ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി, തൊഴിൽ മന്ത്രി, അന്നത്തെ മേയർ V ശിവൻകുട്ടി എത്രമാത്രം പരുഷമായിട്ടാണ് അവരുടെ വായടപ്പിച്ച് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ അതിന് സമ്മതിപ്പിച്ചതെന്നുള്ളതൊക്കെ ചരിത്രമാണ് ശ്രീ SP ജു പറഞ്ഞതുപോലെ. പക്ഷേ ഒടുവിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെ പരാജയപ്പെട്ടെടുത്ത് വലിയൊരു ജനകീയ പ്രതിഷേധത്തിന്റെ മുന്നിൽ സർക്കാരിനും അതേപോലെ തന്നെ തിരുവനന്തപുരം നഗരസഭയ്ക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ഉറവിട മാലിന്യ സംസ്കരണം അടക്കമുള്ള ബദൽ നല്ല മാതൃകകളിലേക്ക് അങ്ങനെ തിരിച്ചു പോരേണ്ടിയും വന്നു. അതൊക്കെ ഒരു ചിത്രമാണ്. അതുകൊണ്ട്
സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ കൊടിക്കോലയുടെ കീഴിൽ മാത്രമാണ് എപ്പോഴും സമരങ്ങൾ വിജയിക്കുന്നത്, അവർ പറയുന്നത് മാത്രമാണ് ശരിയെന്നുള്ള ഒരു ആഖ്യാനത്തിന് അർത്ഥമില്ല. തീർച്ചയായിട്ടും ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ വരും. ആ ശബ്ദത്തിന്റെ നേതൃത്വത്തിൽ, ആ മുദ്രാവാക്യത്തിന്റെ ശക്തിയിൽ ജനുവിനായ ഒരു കോഴ്സാണെന്നുണ്ടെങ്കിൽ ജനങ്ങൾ സംഘടിക്കും. അങ്ങനെ സംഘടിച്ചു ഫലം കണ്ടെത്തിയ അനുഭവങ്ങൾ വേറെയുമുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്.